ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് അതിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് വമ്പിച്ചൊരു ഫ്രീ ഫോളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു വമ്പിച്ച ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെയാണ്. 23,197 എന്നുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു അത്. പിന്നീട് 23,300 ലെവലിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ 22,930, അതായത് ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത ലോയേക്കാൾ താഴോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഒടുവിൽ 23,000 എന്നുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിഫ്റ്റി നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം 700 പോയിന്റിന്റെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഇടിവാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇടിവ് ബ്രോഡ് മാർക്കറ്റിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. മൊത്തം ഒരു ബ്ലഡ് ബാത്താണ് നമ്മൾ കാണുന്നത്. അത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ, അതുപോലെ ഏത് സെക്ടർ എന്നുള്ള വ്യത്യാസമില്ലാതെയുള്ളൊരു ഫോളായിരുന്നു. അതുപോലെ ഇന്ത്യ വിക്സ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 20-ൽ താഴെ വന്ന ഇന്ത്യ വിക്സ് വീണ്ടും 20-ന് മുകളിലേക്ക് തിരിച്ചുപോയതായിട്ടും കാണാം. മൊത്തത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയ ഒരു ഫിയറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഇന്ത്യൻ റുപ്പി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫോള് തുടരുകയാണ്. 93-ന് മുകളിലാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെക്നിക്കൽ ബൗൺസ്, അത് തീർച്ചയായിട്ടും ഒരു സംശയത്തോടു കൂടി തന്നെയാണ് മൊത്തം മാർക്കറ്റ് കണ്ടിരുന്നത്. അപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിൽ നേരിയ ഒരു ട്രിഗർ പോയിന്റ് വരുമ്പോഴത്തേക്ക് തന്നെ ബിയേഴ്സ് വലിയ തോതിലുള്ള ഹെവി സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയാണ്. ഇന്ന് ബ്രന്റ് ക്രൂഡ് ഓയിൽ 115 മുതൽ 119 വരെയൊക്കെ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് വളരെ രൂക്ഷമാവുകയും ഖത്തറിലുള്ള എനർജി സെൻറ്ററുകളിലേക്കൊക്കെ ആക്രമണം വളർന്നതും മൊത്തത്തിൽ വിപണിയെ തളർത്തുകയുണ്ടായി. ഈ രീതിയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സംഘർഷം അത് എനർജി ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലേക്കൊക്കെ വ്യാപിക്കുന്നത് ലോകം വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് റോക്കറ്റ് പോലെ ഉയരാൻ കാരണമായേക്കും. അത് മൊത്തത്തിൽ വേൾഡ് വൈഡ് ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഇപ്പോൾ ജനീവ കൺവെൻഷൻ പ്രകാരം ഇന്റർനാഷണൽ ഹ്യൂമൻ ലോ അനുസരിച്ച് ഈ മിലിറ്ററി ഒബ്ജക്റ്റീവുകളും സിവിലിയൻ ഒബ്ജക്റ്റുകളും തമ്മിൽ യുദ്ധത്തിൽ വേർതിരിക്കണമെന്ന് നിയമമുണ്ട്. അതായത് സാധാരണ ജനങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ വസ്തുക്കൾ, ഇപ്പോൾ വൈദ്യുതി നിലയങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, ഇതിനെയൊക്കെ നേരിട്ട് ആക്രമിക്കരുതെന്ന് ജനീവ കൺവെൻഷനിലെ അഡീഷണൽ പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായിട്ട് നിരോധിക്കപ്പെട്ട കാര്യമാണ്. കൂടാതെ ന്യൂക്ലിയർ പ്ലാന്റുകൾ, ഓയിൽ റിഫൈനറികളൊക്കെ ആക്രമിക്കുന്നത് അത് എൻവയറമെൻ്റൽ ഡാമേജ് ഉണ്ടാക്കുമെന്നും അത്തരത്തിൽ ചെയ്യുന്നത് ഒരു വാർ ക്രൈമായിട്ട് കണക്കാക്കുമെന്നും ഒക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഈ വിഷയം കൂടുതൽ വഷളാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഇറാൻ ഖത്തറിലെയും UAE-യിലെയും പ്രധാനപ്പെട്ട ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ട് കാണാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ LNG എക്സ്പോർട്ട് കേന്ദ്രമായിട്ടുള്ള ഖത്തറിലെ റാസ് അൽ അഫാൻ, ആ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അത് വേൾഡ് വൈഡ് ഈ ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്നുള്ള ഒരു ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള ഷിപ്പ് മൂവ്മെൻറ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ട് നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകതമെന്നോണം ഖത്തർ ഇറാനിലെ സൈനിക ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ സൗദി അറേബ്യയിലെ യാൻബു തുറമുഖത്തുള്ള സംരഫ് റിഫൈനറിക്ക് നേരെയും അതുപോലെ കുവൈത്തിലുള്ള റിഫൈനറികൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇവിടെ അതുകൂടാതെ അമേരിക്ക ഇറാന് ശക്തമായ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഖത്തറിന് നേരെ ഇനിയും ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ സൗത്ത് പാർത്ത് ഗ്യാസ് ഫീൽഡ് പൂർണ്ണമായിട്ട് തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയിട്ടുള്ള എനർജി ഫെസിലിറ്റീസിന് നേരെയുള്ള ആക്രമണം അതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അമേരിക്ക അപലപിക്കണമായിരുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അപലപിക്കണം. അത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുമില്ല. ഇന്ത്യയും ചൈനയും പോലെ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതേപോലെ നേരിടുന്ന യൂറോപ്യൻ യൂണിയനും ഈ കുതിച്ചു വരുന്ന ഇന്ധനവിലയും ഈ ഒരു എനർജി ക്രൈസിസും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസൽസിൽ ഒരു എമർജൻസി യോഗം ചേരുകയാണ്.
അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബലായിട്ടുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ONGC സ്റ്റോക്ക് ഒഴിച്ച് ബാക്കി 49 സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ എടുത്തു പറയേണ്ട ഒരു ഫോൾ നടന്ന സ്റ്റോക്ക് HDFC ആണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഏകദേശം 710 പോയിന്റ് താഴോട്ടേക്ക് പോയപ്പോൾ അതിൻ്റെ 143 പോയിന്റും കോൺട്രിബ്യൂട്ട് ചെയ്തത് HDFC ബാങ്കാണെന്ന് കാണാം. കാരണം നിഫ്റ്റി 50 ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക്. ഇപ്പോൾ ഏകദേശം 12% ഒരു വെയിറ്റേജ് ആണ് നിഫ്റ്റിയിൽ HDFC ബാങ്കിനുള്ളത്. അപ്പോൾ ഇന്നലത്തെ HDFCയുടെ ക്ലോസിംഗ് പ്രൈസ് 843 ആയിരുന്നു. ഇന്നത് 800-ലെത്തിയിരിക്കുകയാണ്. ഏകദേശം 43 രൂപയുടെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 5% ഒരു ഫോളാണ്. അപ്പോൾ ഇത്ര വലിയൊരു സ്റ്റോക്ക് 5% ഫോൾ എന്ന് പറയുമ്പോൾ അത് നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നിഫ്റ്റിയുടെ ഏകദേശം ആകെ തകർച്ചയുടെ 20% HDFC ബാങ്കാണ് ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ബാങ്കിൻ്റെ പാർട്ട് ടൈം ചെയർമാനും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുമായിട്ടുള്ള അദാനു ചക്രവർത്തി ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചതാണ് ഈ പ്രശ്നത്തിനുള്ള കാരണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ബാങ്കിൻ്റെ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് രാജിവെക്കുന്നത് അത് ഒരു വലിയ സംഭവമല്ല. പക്ഷേ അദ്ദേഹം രാജിവെക്കുക മാത്രമല്ല ചെയ്തത്, ആ രാജിവെച്ചതിൻ്റെ കാരണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വെളിപ്പെടുത്തുകയും ചെയ്തതാണ് പ്രശ്നമായത്. തൻ്റെ രാജിക്കത്തിൽ ബാങ്കിനുള്ളിലെ ചില കീഴ്വഴക്കങ്ങളും മറ്റ് ഇവൻറ്റുകളും തൻ്റെ വ്യക്തിപരമായ ധാർമ്മിക മൂല്യങ്ങളോട് ഒത്തുപോകുന്നില്ലെന്നാണ് അദ്ദേഹം ആ കത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കിൻ്റെ തലപ്പത്തുള്ള ഒരാൾ ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കുന്നത് അത് ആ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് സംശയങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഷെയർ താഴോട്ടേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇവിടെ KK മിസ്ത്രിയെ താൽക്കാലികമായിട്ട് ചെയർമാനായിട്ട് നിയമിക്കാൻ RBI അനുമതി നൽകിയതുകൊണ്ട് നേരിയൊരു തിരിച്ചുവരവ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല അനലിസ്റ്റുകളും HDFC 800-ന് താഴെ പോകുമ്പോൾ അതൊരു നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാല്യൂ ബൈങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു ഹൈ പ്രൊഫൈൽ ടോപ്പ് എക്സിക്യൂട്ടീവ് രാജിവെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ RBIയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെഗുലേറ്ററി അതോറിറ്റികളോ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഇൻവെസ്റ്റേഴ്സിനെ ശാന്തരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ഇടപെടലുകളിലൂടെയാണ് മാർക്കറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇന്നലെ US വന്നിട്ടുള്ള US ഫെഡറൽ റിസർവിൻ്റെ പോളിസി അത് പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് പലിശ നിരക്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ 3.5%, 3.75% എന്ന നിലയിൽ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഒരു കൺസേൺ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ജെറോം പവലിൻ്റെ കമൻട്രിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2026 ഒരേ ഒരു റേറ്റ് കട്ട് മാത്രമേ ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പോൾ ഈ വളരെ ഹോക്കിഷായിട്ടുള്ള കർശനമായ ഒരു നിലപാട് റേറ്റ് കട്ടിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം അത് ഈ ഇൻഫ്ലേഷനെ നെഗറ്റീവായി ബാധിക്കുമെന്ന് ഫെഡ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെഡറൽ റിസർവിൻ്റെ ഈ നിലപാട് കർശനമാക്കിയത് കൊണ്ട് തന്നെ US ഡോളർ ഇൻഡെക്സിൽ വമ്പിച്ച ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും. ഡോളർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടും അത് 100 പോയിന്റിന് മുകളിലേക്ക് കടന്നതായിട്ടും കാണാൻ കഴിയും. അതുകൂടാതെ US-ൻ്റെ 10-year ട്രഷറി ബോണ്ട് ഈൽഡ് അതും വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ ഈ ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കുന്നതും അതുപോലെ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതും തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നെഗറ്റീവാണ്. കൂടാതെ ഗോൾഡ് സിൽവറിലും അത് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഒരു 2% വമ്പിച്ച ക്രാഷ് ഇന്നലെ ഉണ്ടായി. അതേപോലെ തന്നെ സിൽവറിലും 5% ക്രാഷ് ഉണ്ടായിട്ട് കാണാം. അപ്പോൾ ഈ ഗോൾഡിലും സിൽവറിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു കറക്ഷൻ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ഇപ്പോൾ 4650 ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു റിക്കവറി നമുക്ക് ഗോൾഡിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ സിൽവർ ആ 70 ലെവലിൽ ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഒരു റിക്കവറി പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റേറ്റ് കട്ടിൻ്റെ സാധ്യത തീർത്തും മങ്ങിയതിനാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള എക്സിറ്റ് അത് കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്ഷൻ ചെയിൻ നോക്കുകയാണെങ്കിൽ കോൾ റേറ്റിംഗ് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 23,500, 23,800 മേഖലയിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇനിയൊരു തിരിച്ചു വരവിന് ശ്രമിച്ചാൽ പോലും ഈ 23,500, 23,800 ലെവല് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് തന്നെ നിൽക്കുകയാണ്. സപ്പോർട്ട് ലെവലിൽ 23,000 എന്ന ആ ഒരു ഫിയറിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവൽ തകർന്നാൽ ശക്തമായൊരു സപ്പോർട്ട് പിന്നീടുള്ളത് 22,700-നും 22,500-നും ഒക്കെയാണ്. അപ്പോൾ നിലവിലുള്ള പുട്ട് കോൾ റേഷ്യോ സൂചിപ്പിക്കുന്നത് അതിപ്പോൾ ഒരു ഓവർ സോൾഡ് സോണിലാണെന്നാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഒരുപക്ഷെ ഒരു ഷോർട്ട് കവറിങ് ബൗൺസ് ഇതിന് മുമ്പത്തെ സെഷനിലൊക്കെ നടന്നതുപോലെ താൽക്കാലികമായിട്ട് തിരിച്ചു വന്നേക്കാം. എന്നാൽ മൊത്തത്തിലുള്ള ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.